ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്ത് വീഡിയോ എന്ന് വെച്ചാൽ NDA എക്സാമിനേഷൻ്റെ എക്സാം ടോപ്പിക് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ സിലബസ് എന്തൊക്കെയാണ്, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും NDA എക്സാമിനൊക്കെ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. എക്സാമിനേഷൻ്റെ പാറ്റേൺ എങ്ങനെയാണ് നോക്കാം. ഈ ഒരു എക്സാമിനേഷൻ നടത്തുന്നത് ഓഫ്ലൈൻ വഴിയാണ്. വിവിധ എക്സാം സെൻറ്ററുകളിൽ ഓഫ്ലൈൻ വഴിയാണ് ഈ ഒരു എക്സാമിനേഷൻ നടത്തുന്നത്. ഈ ഒരു എക്സാമിനേഷൻ്റെ ടോട്ടൽ മാർക്സ് നോക്കുകയാണെങ്കിൽ 900 മാർക്കിനാണ് എക്സാമിനേഷൻ നടത്തുന്നത്. എക്സാമിനേഷനെ 2 പേപ്പറായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മാത്തമാറ്റിക്സ് അതുപോലെ തന്നെ ജനറൽ എബിലിറ്റി ടെസ്റ്റ്, അങ്ങനെ 2 പേപ്പറായിട്ടാണ് ഈ ഒരു എക്സാമിനേഷനെ തിരിച്ചിരിക്കുന്നത്. 2 സെക്ഷൻസ് നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്തിരുന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ പാസ്സായി കിടക്കാൻ സാധിക്കുകയുള്ളൂ. 2 സെക്ഷനിലെയും ചോദ്യങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ടാണ് ഉണ്ടാവുക. ചോദ്യങ്ങൾ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഹിന്ദിയിലും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ലാംഗ്വേജ് ഏതാണോ ആ ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് ഈ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ തെറ്റുത്തരത്തിന് നെഗറ്റീവ് മാർക്കും ഉണ്ടായിരിക്കുന്നതാണ്. 0.33 മാർക്ക് വീതം നിങ്ങൾക്ക് ഓരോ തെറ്റുത്തരത്തിനും നഷ്ടപ്പെടുന്നതാണ്. ഇങ്ങനെയാണ് ഈ ഒരു എക്സാമിനേഷൻ്റെ എക്സാം പാറ്റേൺ. ഇനി നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ്റെ പേപ്പർ 1 പാർട്ടിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക നോക്കാം. പേപ്പർ 1 മാത്തമാറ്റിക്സിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. മാക്സിമം നിങ്ങൾക്ക് 300 മാർക്ക് വരെ ഈ ഒരു സെക്ഷനിൽ നിന്നും സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സെക്ഷൻ്റെ സമയദൈർഘ്യം നോക്കുകയാണെങ്കിൽ 2.5 മണിക്കൂറാണ് ഈ ഒരു എക്സാമിനേഷൻ്റെ, അതായത് ഈ ഒരു പാർട്ടിൻ്റെ സമയദൈർഘ്യം. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഏതൊക്കെ സിലബസ് ആണ് ഉണ്ടാവുക നോക്കുകയാണെങ്കിൽ ആൾജിബ്ര, മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻറ്റ്സ്, ട്രിഗ്നോമെട്രി, അനലിറ്റിക്കൽ ജിയോമെട്രി ഓഫ് 2 and 3 ഡയമെൻഷൻസ്, ഡിഫറൻഷ്യൽ കാൽക്കുലസ്, ഇൻ്റഗ്രൽ കാൽക്കുലസ് ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, വെക്റ്റർ ആൾജിബ്ര, സ്റ്റാറ്റിക് ആൻഡ് പ്രോബബിലിറ്റി തുടങ്ങിയ സെക്ഷനിൽ നിന്നാണ് മാത്തമാറ്റിക്സിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇനി അടുത്ത പേപ്പർ 2 ആയ ജനറൽ എബിലിറ്റി ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ നിങ്ങൾക്ക്, അതായത് മാക്സിമം നിങ്ങൾക്ക് 600 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു എക്സാമിനേഷൻ്റെ സമയദൈർഘ്യം 2.5 മണിക്കൂർ തന്നെയാണ്. ഈ ഒരു പേപ്പറിനെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്, അതായത് 2 പാർട്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് അതുപോലെ തന്നെ ജനറൽ നോളജ്. ഇംഗ്ലീഷിൽ നിന്ന് മാക്സിമം നിങ്ങൾക്ക് 200 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ജനറൽ നോളജിൽ നിന്നും 400 മാർക്ക് വരെ മാക്സിമം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യം നമുക്ക് ഇംഗ്ലീഷിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇംഗ്ലീഷിൽ നിന്നും ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതായത് നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാനുള്ള ചോദ്യങ്ങളാണ് ഇംഗ്ലീഷ് പാർട്ടിൽ നിന്നുണ്ടാവുക. അതായത് ഗ്രാമർ, വൊക്കാബുലറി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇംഗ്ലീഷിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇനി അടുത്ത ജനറൽ നോളജ് പാർട്ട് നോക്കുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് 400 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സെക്ഷനെ മെയിനായിട്ടും 6 സെക്ഷനായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി, സെക്ഷൻ ഡി, സെക്ഷൻ ഇ, സെക്ഷൻ എഫ്, അങ്ങനെ 6 സെക്ഷൻസ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സെക്ഷൻ എയിൽ നിന്നും ഫിസിക്സിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. സെക്ഷൻ ബിയിൽ നിന്നും കെമിസ്ട്രി, സെക്ഷൻ സിയിൽ നിന്നും ജനറൽ സയൻസ്, സെക്ഷൻ ഡിയിൽ നിന്നും ഹിസ്റ്ററി, ഫ്രീഡം മൂവ്മെൻറ്റ്, സെക്ഷൻ ഇയിൽ നിന്നും ജോഗ്രഫി, സെക്ഷൻ എഫിൽ നിന്നും കറണ്ട് ഇവൻറ്റ്സ്. ഇങ്ങനെയാണ് ഓരോ സെക്ഷൻ്റെയും ഡീറ്റെയിൽസ്. അടുത്ത ഓരോ സെക്ഷൻ വൈസ് മാർക്ക് നോക്കുകയാണെങ്കിൽ സെക്ഷൻ എയിൽ നിന്നും 25% മാർക്കിനും, സെക്ഷൻ ബിയിൽ നിന്നും 15% മാർക്കിനും, സെക്ഷൻ സിയിൽ നിന്നും 10% മാർക്കിനും, സെക്ഷൻ ഡിയിൽ നിന്നും 20% മാർക്കിനും, സെക്ഷൻ ഇയിൽ നിന്നും 20% മാർക്കിനും, സെക്ഷൻ എഫിൽ നിന്നും 10% മാർക്കിനും. ഇങ്ങനെയാണ് ഓരോ സെക്ഷൻ വൈസ് മാർക്കിൻ്റെ ഡീറ്റെയിൽസ്. ഇങ്ങനെയാണ് ഓരോ സെക്ഷനിൽ നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങളുടെ രീതി. ഇപ്പോൾ നിങ്ങൾക്ക് ഓരോ സെക്ഷൻ്റെയും ഡീറ്റെയിൽഡ് സിലബസ് ഇതിലൂടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോ ഡീറ്റെയിൽഡ് സിലബസ് നോക്കുകയാണെങ്കിൽ വീഡിയോ വളരെയധികം ലെങ്തി ആയി പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിലബസ് ചെക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു NDA എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് ഏകദേശ ഐഡിയ ലഭിച്ചു കാണും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.